ഹലോ ഗൈസ്, 36 മിനിറ്റിൻ്റെ ലൈവ് ട്രേഡ് ഞാൻ 6 മിനിറ്റിൽ ഒതുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നത്ര കാണാം. ഇപ്പോൾ ഞാൻ 30 മിനിറ്റ്സിൻ്റെ ഹൈ ലോയും വരച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഔട്ട് ആവാം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആവാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ആ ഒരു ക്യാൻഡിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു എക്സ്പ്ലോസീവ് ക്യാൻഡിലായിട്ട് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഇനിയിപ്പോൾ എന്താ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 5 മിനിറ്റ് ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഒരു വിക്ക് കാണുന്നതുകൊണ്ട് അത് ചിലപ്പോൾ ലിക്വിഡിറ്റി ആവാം. ഇതൊക്കെ ഒരു അനാലിസിസ് പ്രകാരമാണ്. അപ്പം നമുക്കിത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ലിക്വിഡിറ്റി ഗ്രാബാണോ അതോ അത് ബ്രേക്ക് ഔട്ടാണോ എന്നുള്ളതെല്ലാം. അപ്പോൾ കുറേ നമ്മൾ വാച്ച് ഔട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്കതിനൊരു ഏകദേശം ഐഡിയ കിട്ടുക. സോ അടുത്തൊരു 5 മിനിറ്റ് ക്യാൻഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് 5 മിനിറ്റ് ക്യാൻഡിൽ തുടങ്ങിയിരിക്കുന്നത് ലോൻ്റെ താഴെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു സെല്ലേഴ്സ് പ്രഷർ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ വെയിറ്റ് ആക്കുക, ലെറ്റ് ഇറ്റ് റൺ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് ലൈവാണ്, സമയം കാണാൻ പറ്റും. സൈഡിൽ നോക്കിയാൽ മതി. ട്രേഡിംഗ് ബ്രൗസറിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ല അഗ്രസീവ് സെല്ലേഴ്സാണ് ഇപ്പോൾ ഇവിടെ ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ എൻട്രി എന്തായാലും ആ ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ പ്ലേസ് ആക്കാം. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടായിട്ട് നമുക്ക് കറക്റ്റ് അനലൈസ് ആയിട്ടുണ്ട്. ലിക്വിഡിറ്റി അല്ല, ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, സോ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ എൻട്രി ട്രിഗർ ആയിട്ട് 1:2 റേഷ്യോയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ട്രേഡും 1:2 റേഷ്യോ തന്നെയാണ്, നിങ്ങൾക്കറിയാലോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്യുക. എൻട്രി ട്രിഗർ ആയതിനു ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, നമുക്ക് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസും ഫിക്സഡ് ടാർഗറ്റും ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും ഈ ചാർട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണ മനസ്സിലായില്ലെങ്കിലും, അപ്പോൾ ചിലവർ തമിഴായിരിക്കും, ചിലവർ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓക്കെ. നിങ്ങൾക്ക് ഈ ഒരു സമയത്താണെങ്കിൽ റിസ്ക് ടു റിവാർഡ് കണ്ടില്ലേ 36 കാണിക്കും. ഈ ഒരു സമയത്താണെങ്കിൽ ബ്രേക്ക് ഈവനിലോട്ട് മൂവ് ചെയ്യാം പക്ഷെ ഞാൻ മൂവ് ചെയ്യാറില്ല. നിങ്ങൾ RR കണ്ടിട്ടുണ്ടാവും. ഓക്കെ, RR കണ്ടിട്ടുണ്ടാവും. ഏകദേശം 36 ആണ് റിസ്ക് ടു RR ബ്രേക്ക് ഈവനിലോട്ട് വെച്ചപ്പോൾ വന്നത്. സോ ഫണ്ണിയാണ്, പക്ഷേ ഞാൻ ബ്രേക്ക് ഈവനിൽ വെക്കാറില്ല. അതിൻ്റെ റീസൺ ഞാൻ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിപ്പോൾ അവിടെ നിന്നൊരു ക്യാൻഡിൽ ബയേഴ്സും എല്ലാം സ്റ്റെപ്പ് ചെയ്യണ പോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് എന്നുള്ളതും ആ ഒരു കാരണം കൊണ്ടാണ് ഞാനത് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിൽ വെക്കാത്തതും എന്നുള്ളത് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ അവിടെ ഒരു ഡിമാൻഡ് ഏരിയ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ SL ബ്രേക്ക് ഈവനിലോട്ട് വെക്കാത്തത്. മേ ബി അവിടെ നിന്നൊരു റീടെസ്റ്റ് നമ്മുടെ എൻട്രി പോയിന്റിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഓക്കെ, നല്ല രീതിയിലുള്ളൊരു ഡൗൺവേർഡ് പുഷ് നമുക്കിവിടെ അനാലിസിസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡിമാൻഡും ബ്രേക്ക് ആയല്ലോ. ബ്രേക്ക് ഈവനിലോട്ട് വേണമെങ്കിൽ വെക്കാം, ബട്ട് ഞാൻ എന്തായാലും വെക്കാൻ പോകില്ല. അത് നമ്മുടെ റൂൾസിന് എതിരാണ്. ഇപ്പോൾ ഈവൻ ഇഫ് യു നിങ്ങൾ ബ്രേക്ക് ഈവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ടുണ്ടാവില്ല ഈ ഒരു ട്രേഡിൽ. ഓക്കെ, ഈ ഒരു ട്രേഡിൽ അല്ലാതെ എല്ലാ ട്രേഡിലും അല്ല, ഈ ഒരു ട്രേഡിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ഒരു TP റേഞ്ചിൽ ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. TP ആവാതെ നിങ്ങൾ ഏർലി ആയിട്ട് എക്സിറ്റ് ആവണ്ട. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ പേഷ്യൻസ് ഈസ് ദ കീ. എത്രത്തോളം പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യുക. അതാണ് ട്രേഡറിന് ഏറ്റവും ഫസ്റ്റ് വേണ്ട ഒരു ബെസ്റ്റ് ഹാബിറ്റ് എന്ന് ഞാൻ പറയും. ഓക്കെ, കണ്ടില്ലേ നമ്മൾ TP തൊട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കണത്.
ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്പീഡിലിട്ടിട്ടാണ് കാണുന്നത്, പക്ഷെ ഞാൻ ആ ഒരു ടൈം ഫുൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഷ്യൻസോടെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് നമ്മുടെ ഒരു TP ഒരു 0.01 സെൻറ്റിന് ടച്ച് ചെയ്തിട്ട് വന്നു. അപ്പോഴും TP ആയിട്ടില്ല, ഇപ്പോഴും TP ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. നമ്മുടെ TP ആവണം വരെ വെയിറ്റ് ചെയ്യുക. അതുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ റിവേഴ്സായി SL ആയാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് അവിടുത്തെ മെയിൻ കാര്യം. ഓക്കെ, കണ്ടില്ലേ മാർക്കറ്റ് നമ്മുടെ എമോഷൻസിനെ കളിക്കുകയാണ്. കാര്യമില്ല, നെവർ മൈൻഡ്. ഓക്കെ, ആ TP ആയിട്ടുണ്ട് ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലവ് യു ഓൾ. താങ്ക് യു. അപ്പോൾ ഈ ഒരു ലൈവ് ട്രേഡ് നല്ല അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു എഡ്യൂക്കേഷനിലായല്ലോ അത്. ഓക്കെ, ബൈ ഗൈസ്.